ഈ ദളിത് വിഭാഗങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പൊതുവായി തന്നെ ഞാൻ എൻ്റെ ജ്ഞാനത്തോട് കൂടുതൽ അടുത്തു നിന്നുകൊണ്ടുള്ള ഒരു അതിൻ്റെ രീതിയിലുള്ളൊരു അന്വേഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത്. അതിനോട് സത്യസന്ധനായിരിക്കുക എന്ന് പറയുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതാനുഭവങ്ങളെയും എൻ്റെ ജ്ഞാനത്തെയും ഞാൻ ആ രീതിയിൽ അന്യോന്യം ബന്ധിപ്പിച്ചിട്ടാണ് മുന്നോട്ട് സഞ്ചരിച്ചിട്ടുള്ളത്. ഈ ദളിതന്വേഷണം എന്ന് പറയുന്നത് തന്നെ ഒരു സവിശേഷ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ്. ഒരു ദളിത് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പരിപ്രേക്ഷ്യം, മലയാളത്തിൽ ദളിത് പരിപ്രേക്ഷ്യം എന്നുള്ളൊരു വാക്ക് തന്നെ 94 ഭാഷാഭൂഷണിയോടുകൂടിയാണ് ഒരു പൊതു ചർച്ചയിൽ ഉയർന്നു വരുന്നത്. പരിപ്രേക്ഷ്യം എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ അതിലെ എൻ്റെ ലേഖനം സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ദളിത് പരിപ്രേക്ഷ്യം എന്നാണ്. അത് ആ ഒരു ദളിത് ലക്കം ഇറക്കിയിരുന്നു. ആ സമയത്താണത്. സണ്ണിയം കവിക്കാട് അതിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും സനൽ മോഹൻ ചരിത്രത്തെക്കുറിച്ചും ഞാനതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയത് അത് ലക്കമായിരുന്നത്. ഈ കാലത്ത് നമ്മളതിലേക്ക് എത്തപ്പെട്ടത് യഥാർത്ഥത്തിൽ നമ്മളുടെ ചുറ്റുപാടും നിൽക്കുന്ന ഒരു വ്യവഹാര രീതികൾ, അന്വേഷണ രീതികൾ, പദ്ധതികളും നമ്മുടെ ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് പര്യാപ്തമാണ് എന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയൊരു ഘട്ടത്തിലാണ് അതിൻ്റെ പ്രശ്നം എന്താണ്, ആ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലെത്തുന്നത്. ഈ നീതിയുടെ പ്രശ്നം. കാരണം നീതി എന്ന് പറയുന്നത് നാം സവിശേഷമായി പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് നമുക്ക് ആ കാലത്ത് തന്നെ ബോധ്യപ്പെടുന്നു. 96 തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നീതിയാണ് അതൊരു പ്രശ്നം. സാമൂഹ്യമായി നാം ഒരു നീതി നടപ്പിലാക്കുന്നതിലെ ഉണ്ടാകുന്ന വ്യത്യസ്തതയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രശ്നം. നമ്മൾ കാണേണ്ട പ്രശ്നമെന്ന് അക്കാലത്ത് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പം ദളിത് വിഷയങ്ങൾ, ദളിത് എന്ന് പറഞ്ഞൊരു ചിന്ത എന്തുകൊണ്ടാണ് ഉണ്ടായി വന്നത്? ദളിത് ഒരു പെർസ്പെക്റ്റീവ്. ഞാനൊരു ദളിത് സംഘടനകളിലും പ്രവർത്തിക്കുന്നില്ല, ഇപ്പോഴും നിങ്ങൾക്കറിയാവുന്ന ഞാൻ ദളിത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് ദളിത് ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള നിലയ്ക്ക് എടുക്കാൻ കാരണം തന്നെ കേരളത്തിൻ്റെ പോലെയുള്ള ഇന്ത്യ പോലുള്ള ചുറ്റുപാടിൽ ഈ ജാതി എന്ന് പറയുന്ന അതിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു വസ്തുതയായിരിക്കെ ഇതിനുള്ളിൽ ഈ ഹൈറാർക്കിയെ പരിശോധിക്കാൻ നിലവിലുള്ള ഒരു അന്വേഷണ രൂപത്തിനും സാധ്യമല്ല. അതിന് അത്തരത്തിലുള്ള ഒരു സൈദ്ധാന്തികമായി സാധ്യമാകാതിരിക്കുന്നൊരു വസ്തുതയാണ്. മാർക്സിസം വർഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വർഗം എന്ന നിലയിലുള്ള നമ്മുടെ ടൂള് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ക്ലാസ്സിനെ പഠിക്കാൻ പര്യാപ്തമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മളതിനെ മാറ്റി നിർത്താൻ കാരണം. അല്ലാതെ ഇവിടെയുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള പ്രശ്നമല്ല അത്. കാരണം തൊഴിലാളി വർഗം, യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് തന്നെ, തൊഴിലാളി വർഗമെന്നോ ഇക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. ഇക്വാളിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അധാർമികത നിറഞ്ഞ പ്രയോഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം മനുഷ്യൻ യൂണിക്കാണ്. മനുഷ്യൻ യൂണിക് ആയിരിക്കുന്നിടത്തോളം കാലം ഇക്വാളിറ്റി എന്ന് പറയുന്നത് സാധ്യമായ സംഗതിയല്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്വാളിറ്റി സാധ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് ഇക്വാളിറ്റി ആണ് എന്ന് നമ്മൾ ഒരു സിദ്ധാന്തത്തെ കൊണ്ട് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ നീതി നിഷേധിക്കുന്നത് അവരെ ബോധപൂർവം നമ്മൾ ഇരുട്ടിൽ നിർത്തുക എന്നർത്ഥം. അതാണ് എൻ്റെ സംഗതി. നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. കാരണം നിലവിൽ ഇക്വാളിറ്റി ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിന് നീതിയെക്കുറിച്ച് പറയണം? അവിടെ നീതിയുടെ ചോദ്യം പ്രസക്തമല്ലാതായി തീരുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഹിംസ എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ ആർക്കാണോ നീതി നിഷേധിക്കുന്നത് അവരുടെ നീതി നിഷേധത്തിൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ നീതി നിഷേധത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അവിടെയാണ് അതിൻ്റെ തെറ്റ് സംഭവിക്കുന്നത്. ഈ ചോദ്യമാണ് നമ്മൾ ശരിക്കും മാർക്സിസത്തിൽ നിന്നും കാതലായി മാറി നിൽക്കുന്നതിൻ്റെ ഒരു സംഗതി കാരണമായി തീരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ദളിത് എന്നുള്ളൊരു പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കാണാം എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എത്തുന്നത്. കാരണം കേരളത്തിൽ നോക്കുക, കേരളത്തിലെ ഈ പറയുന്ന ഈ ദളിത് എന്നുള്ള വാക്ക് തന്നെ ഉയർന്നു വന്ന ഒരു ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധനം അതൊരു ജാതിയല്ല. ജാതികളിൽ നിന്നും ഒളിച്ചു നിൽക്കാനുള്ള, ജാതിയിൽ നിന്നും മറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ദളിത് എന്നുള്ള വാക്ക് കടന്നു വരുന്നത്.
കാരണം ജാതി എന്നുള്ള വാക്ക് പറയാതിരിക്കാൻ വേണ്ടിയാണ് ദളിത് വരുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജാതിക്കെതിരായ വാക്കാണത്. ഇവിടെ നേരെ തിരിച്ചാണ് നമ്മുടെ ഈ പറയുന്ന പ്രത്യേകിച്ചും മാർക്സിയൻ സൈദ്ധാന്തികരാണ് ഇത് ഭയങ്കര ജാതിയാണ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, സ്വത്വവാദമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കളിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ ഉത്ഭവം തന്നെ നോക്കിയാൽ, മലയാളത്തിന്റെ ചുറ്റുപാട് ഇതിന്റെ ഉത്ഭവം തന്നെ, ഇതിന്റെ വളർച്ച തന്നെ നോക്കിയാൽ അത് ഇന്നത്തെ നിൽക്കുന്നത് വ്യക്തമായി ജാതി നിഷേധത്തിന്റെ തരത്തിലാണ്. ജാതി ഒരു വസ്തുതയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഈ ജാതിയെ നിഷേധിക്കുന്ന പ്രതലമായിട്ടാണ് ദലിത് എന്നുള്ള പ്രയോഗം നിലനിൽക്കുന്നത്. ദലിത് പെർസ്പെക്റ്റീവ് യഥാർത്ഥത്തിൽ അവിടെയാണ് നിൽക്കുന്നത്. അത് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ചെയ്യാവുന്ന കർമ്മമല്ല അത്, അതൊരു പെർസ്പെക്റ്റീവാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് കീഴ്ത്തട്ടില് ഡൗൺ റോഡനായ കേരളത്തിന്റെ പോലുള്ള ഇന്ത്യയെ പോലുള്ള ചുറ്റുപാടിനകത്ത് ഡൗൺ റോഡനായിട്ടുള്ള ഏതൊരു മനുഷ്യനോടും സംവദിക്കാൻ കഴിയുന്ന, അവന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ്, ഒരു നിലപാടെന്നുള്ള നിലയ്ക്കാണ് ദലിത് എന്നുള്ള വാക്ക് പ്രയോഗിക്കപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സംഗതി. നമ്മൾ അതിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ പല ചോദ്യങ്ങളും നമുക്ക് പ്രസക്തമായിത്തീരുന്നത്. അത് ഈ പറഞ്ഞ മാർക്സിയൻ ഡയലോഗിൽ ചിലപ്പോൾ പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ടാവില്ല, മറിച്ച് നീതിയുടെ ചോദ്യത്തിൽ, കാരണം മാർക്സിയൻ രീതിയിൽ അത് അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സംഗതി, കേരളത്തിൽ ഒരുപക്ഷെ സാമൂഹ്യ നീതിയെക്കുറിച്ച് ഇത്രയും പരിഗണനയില്ലാത്ത വിഭാഗമായിട്ട് നമുക്ക് കേരളത്തിന്റെ ഈ കമ്മ്യൂണിസ്റ്റുകളെ കാണേണ്ടി വരും. അവർക്ക് നീതിയെക്കുറിച്ച് യാതൊരു പരിഗണനയില്ല. കേരളത്തിലെ ഈ മെയിൻ സ്ട്രീം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരു അവരോടുള്ള ഒരു വൈരാഗ്യത്തോടു കൂടി പറയുന്നൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ റിസർവേഷൻ യഥാർത്ഥം നടപ്പിലാക്കി എന്തിനാണ്? സാമൂഹ്യ നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് റിസർവേഷൻ. അതാണ് ഉന്നം വെച്ചിട്ടുള്ളത്. അല്ലാതെ അത് ഒരു തൊഴിൽ കൊടുക്കലോ സാമ്പത്തിക പദ്ധതിയോ അല്ല. സാമൂഹ്യമായി പൗരനെ സൃഷ്ടിക്കാൻ വേണ്ടി, പൗര സമൂഹത്തെ സൃഷ്ടിക്കാൻ, ഒരുപോലെ നിൽക്കാൻ കഴിയുന്ന, സാമൂഹ്യനീതി തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഒരു പൗര സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ റിസർവേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അങ്ങനെ അത് കണ്ടെത്തിയിരിക്കുന്നത്, അങ്ങനെ ഒരു സ്വപ്നം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. കേരളത്തില് ഈ മേൽത്തട്ട് റിസർവേഷൻ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ എന്തിനെ അട്ടിമറിക്കുന്നത്? സാമൂഹ്യ നീതിയുടെ നിർമ്മാണത്തെയാണ് അത് അട്ടിമറിക്കുന്നത്. ഇതാരാ നടപ്പിലാക്കിയത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ സർക്കാരാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാമൂഹ്യ നീതി എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ് അതിനർത്ഥം. യഥാർത്ഥത്തിൽ റിസർവേഷൻ വന്നിരിക്കുന്നത് എന്തിനാണോ അതിനെ അടിത്തറയിൽ തകർക്കുന്ന പ്രക്രിയ ഇന്ത്യയിൽ ആദ്യം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകളാണ്. ഇതാണ് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ സൈദ്ധാന്തിക നിലപാട് വെച്ചു നോക്കിയാൽ ഇവർ ചെയ്യുന്നത് തെറ്റല്ല, അത്രയേ ഉള്ളൂ. അവർക്കിത് തെറ്റാണെന്ന് തോന്നുന്നു പോലുമില്ല. അതാണ് അതിന്റെ അപകടം അവിടെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വന്ന പ്രശ്നം. നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന പല പ്രശ്നങ്ങളിൽ നടക്കുന്ന സാമൂഹ്യ നീതിയുടെ ഈ പറയുന്ന അപകടപ്പെടൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കലഹിക്കേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ ഈ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു സംഘടനയോടുള്ള കലഹമല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സംഘടനയുടെ വക്താവല്ല, ഇന്ന് വരെ ഒരു സംഘടനയുടെ വക്താവല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഇന്ന് കണ്ടുവരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ഇത്തരം കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിൽ ഇത്തരം സംഗതികൾ എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ സാമേട്ടന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ട് ചിത്രീകരിക്കുകയും, തിരിച്ച് സാമേട്ടൻ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ്, ഞാനത് പറയുകയാണെങ്കിൽ എന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ പല ആളുകളും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നത്. ഒന്നെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ അവൻ സംഖ്യയായി, അല്ലെങ്കിൽ കമ്മിയായി, അല്ലെങ്കിൽ കൊങ്ങി, അങ്ങനെ ഒരു ചിത്രീകരണം ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയലുകൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എതിർപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇനി വളരെയേറെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം ഞാനത് പറയേണ്ടത് എൻ്റെ ആവശ്യമാണ്, അവരുടെ ആവശ്യമല്ല. ഞാനതാ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ചുറ്റുപാടുകളെ പരിശോധിക്കാനുള്ള അവകാശമുണ്ട്.
ആ ആ അവകാശം മാത്രമാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവകാശമാണ് ഞാൻ വിനിയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അരാഷ്ട്രീയവാദി എന്നുള്ളൊരു പേര് വരും. അരാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ്. രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെ ഈ രീതിയിലൊരു നീതി നിഷേധം നടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവിടെ എൻ്റെ ജോലി, ഞാൻ അവിടെ അധ്യാപകനായി നിന്നതിന് ശേഷം പെർമനൻ്റ് ആകുന്ന സമയത്ത്, എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ആ ജോലിയുടെ സ്ഥിരപ്പെടുത്തലിൻ്റെ അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആ ജോലി സ്ഥിരപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ ഈ സർട്ടിഫിക്കറ്റിന് കൊടുക്കുന്നു. വൈക്കത്ത് സർട്ടിഫിക്കറ്റിനായിട്ട് കൊടുക്കുന്നു. കാരണം സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്കന്ന് അറ്റസ്റ്റ് ചെയ്യണമല്ലോ. കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ തഹസിൽദാർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അവകാശമാണ് തഹസിൽദാറുള്ളത്. തഹസിൽദാർ എന്നെക്കുറിച്ച് ഒരു മാസത്തെ എൻക്വയറിക്ക് വെക്കുന്നു. എൻക്വയറിക്ക് വെച്ചിട്ട് ആ മനുഷ്യൻ എന്നെക്കുറിച്ച് ഇറക്കിയ ഒരു റിപ്പോർട്ട്, ഈ മനുഷ്യനോ ഇയാളുടെ അച്ഛനോ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും മതത്തിന്റെയോ സമുദായത്തിന്റെയോ വക്താക്കളായിട്ടില്ല, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അതായത് അതിന്റെ പേരിൽ പിന്നെ 1.5 വർഷം ഹൈക്കോടതി കേസ് കളിച്ച് കേസ് അവസാനം വെറുതെ വിട്ടു. കാരണം ഒരു തെളിവില്ലാത്ത കാര്യമാണ് ഇയാൾ പറയുന്നതെന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ ജോലി പോയി, ജോലിയുടെ കാര്യങ്ങളെല്ലാം പോയി. അതും ഞാൻ പറഞ്ഞു വന്നത് സെക്യുലറായി ജീവിച്ചു എന്നുള്ള കാര്യം. ഇവിടെ കേരളത്തിൽ സെക്യുലറായി ജീവിക്കണം എന്ന് പറയുന്നത് വലിയ തത്വചിന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ലോകത്ത് സെക്യുലറായി ജീവിച്ചതിന്റെ പേരിൽ ജീവിതം നശിച്ചു പോയ ആളാണ് ഞാൻ. എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്, ഇവർ പറയുന്ന പോലെ അല്ല. അതായത് ഞാൻ സെക്യുലറായി ജീവിച്ചു. അയാൾ എന്നെ കുറിച്ച് ഒരു മാസം എനിക്കറിയാം, ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു മതവും വരില്ല. എനിക്ക് വേണ്ടി ഞാനൊരു മതത്തെയും വിശ്വസിക്കുന്നില്ല, അതിന്റെ പിന്നാലെ പോകുന്നില്ല. അതിന്റെ ഒരു ഔദാര്യങ്ങളും ഞാൻ നിൽക്കുന്നില്ല. ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടികളുടെയും കാര്യങ്ങളിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഞാൻ സമൂഹത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതിൽ ജീവിച്ചിരുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ അതിന്റെ എല്ലാ പ്രതിരോധങ്ങളും അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. ഈ 1.5 വർഷം കേസ് കളിച്ചതിന് ശേഷം ഞാൻ ഡിഗ്രിക്കും PGക്കും ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ആ ഹൈക്കോടതി ഓർഡർ ഇടുന്നത് ഈ മനുഷ്യന് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത്. പക്ഷെ ഇതിന് തെളിവില്ലാത്തൊരു കാര്യമാണ് അയാൾ പറഞ്ഞു വരുന്നത്. കാരണം പഴയ സർട്ടിഫിക്കറ്റുകളിൽ അങ്ങനെ ജാതിയില്ല മതമില്ല എന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ വെച്ചിട്ടുണ്ട് അയാൾ അന്വേഷിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ജാതിയും മതവും ഇയാൾക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം എനിക്കൊരു ജാതിയും മതവും ഇല്ല, വേറെ ജാതി മതം ഉണ്ടെന്ന് പറഞ്ഞാൽ അതും ഇല്ലല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ പോലും നേരിട്ടുള്ള മനുഷ്യനാണ് ഞാൻ, വ്യക്തി എന്നുള്ളതല്ലേ. കാരണം ഈ പോലീസിനെ തല്ലും കൊണ്ട് സമരങ്ങളും നടക്കുന്ന കാലത്ത്, ഇത്രയേറെ സമരങ്ങൾക്കകത്ത് ഈ നടക്കുന്ന കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് സെക്യുലർ ആയിരിക്കുന്ന മനുഷ്യനായിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണെന്നാണ്. ഞാൻ ആ വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ വിശ്വാസത്തിന്റെ പേരിൽ ജീവിതം ഇങ്ങനെ ആയിപ്പോയ ആളാണ് ഞാൻ. ഇത് മനോരമയുടെ ഒക്കെ സപ്ലിമെന്റ് വന്നിട്ടുണ്ട് എൻ്റെ ഈ കേസ്. കാരണം ഇത് കേരളത്തിൽ വിചിത്രമായ ഒരു കേസല്ലേ ഇത്. അപ്പം അങ്ങനെ ജീവിച്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അഭിപ്രായം പറയാനുള്ള അവകാശവും എനിക്കുണ്ട്. ഞാൻ ആ അവകാശം മാത്രമാണ് ഇപ്പോഴും വിനിയോഗിക്കുന്നത്. ഇപ്പോഴും കാണുന്നതിനകത്തുണ്ടാകുന്ന ഒരു നീതിയുടെ നിഷേധത്തെ കുറിച്ച് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതിന്റെ അർത്ഥം ഞാനൊന്നും ചെയ്യാതിരിക്കുന്നു എന്നല്ല. അത് നാളെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ എനിക്ക് പോയി പങ്കെടുക്കില്ല എന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ചിലപ്പം സംഭവിച്ചേക്കാം. പോകുന്നുണ്ടെ പറയുന്നേ, ഞാൻ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇന്ന് മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയാം. അന്നല്ലാതെ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു സാധ്യത ഞാൻ നിന്നിട്ടില്ല. അല്ല, ഈ ഒട്ടനവധി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്, ഒരുപാട് അല്ലാത്ത പുരസ്കാരം, പ്രവാസി പുരസ്കാരം അടക്കം നാടകങ്ങളിലായാലും എഴുത്തുകളിലായാലും ആർട്ടിലായാലും ഒക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ, ഈ അംഗീകാരങ്ങൾ നൽകുന്നതിൽ അല്ലെങ്കിൽ ഇതിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നി. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ KSNAയുടെ ഒക്കെ കൗൺസിലർ ആയിരുന്ന ആളാണ്. അപ്പൊ അർഹപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ഒരു പക്ഷേ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ചിലർക്കത് വിഷമായി മാറിയേക്കാം. ഈ പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് അവർക്ക് പ്രശ്നമായി തോന്നിയേക്കാം. മറിച്ച് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പറയേണ്ട സംഗതികൾ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരെയും ദോഷപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. നമ്മൾ സാമൂഹ്യ ജീവി എന്നുള്ളതേ, നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞേ പറ്റൂ. അത് പറയുന്നതാണ് ശരി. ആ പറയുന്ന യഥാർത്ഥത്തിൽ
അവർ മനസ്സിലാക്കേണ്ടത് ഇതെന്തെങ്കിലും പ്രത്യേക ഗുണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഇത് പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഉം. പറയാതിരിക്കേണ്ട കാലത്ത് നമ്മൾ പറയുന്നു എന്ന് പറയുന്നത് അത് വേറെ ഒന്നിനു വേണ്ടി അല്ലല്ലോ. അത് നമ്മൾ കൂടി പറഞ്ഞില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ല എന്നൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത് എനിക്ക് താല്പര്യമില്ല. ഉം. അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സാമൂഹ്യമായ ഒരു വിഷയത്തിന്റെ മേളിൽ എനിക്ക് അഭിപ്രായം പറയേണ്ടതുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിനകത്ത് അതാണ് ചെയ്തിട്ടുള്ളത്. മറ്റാരേക്കാളും ഞാൻ പറഞ്ഞില്ല, 16 ദിവസം നിരാഹാരം കടന്നിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. 16 ദിവസം നിരാഹാരം കടന്ന് പൂർണ്ണമായും മരച്ചു പോയതിനു ശേഷം രണ്ടാമത് വന്നൊരു ശരീരമാണിത്. ഉം. പല സമരങ്ങൾക്കകത്തും മരണത്തിനോടൊപ്പം വരെ എത്തി ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനെന്തെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഉം. 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 അതിനൊന്നും ആരോടും ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ ഉള്ള കാര്യം ചോദിക്കുക എൻ്റെ ആവശ്യമല്ല. ഉം. 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 കാരണം അത് ഞാൻ ആ കാലത്ത് അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ പറയുന്ന ഇപ്പൊ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റതിന്റെ അറിയാലോ. ഞാനൊരു 1.5 വർഷം അവിടെ എയിംസിന്റെ ചികിത്സയിൽ ഡൽഹി കടന്നു പോയത് അറിയാമല്ലോ. അതെ. പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി കിട്ടിയൊരു സാധനമാണത്. അത് അനുഭവിച്ചത് എന്തെങ്കിലും നേടാൻ വേണ്ടി ആയിരുന്നില്ല. ഉം. 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 അത് അനുഭവിച്ചത് തെറ്റായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ആ കാലത്ത് ഞാൻ അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഉം. അതുകൊണ്ട് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കിടന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. കിടന്നു പോയതിന് നമ്മൾ ചികിത്സിക്കുക, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുക. എന്തായാലും തൽക്കാലം എഴുന്നേരം നിൽക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. അപഗണനകൾ ഒരുപാട് നേരിട്ടില്ല. അതൊക്കെ ധാരാളമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിയിലുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മുടെ കേരളം അത്ര സെക്യുലർ അല്ലെന്നേ. നമ്മൾ വെറുതെ പറയുന്നതാണ് സെക്യുലർ. വാക്കുകളിൽ മാത്രം. വെറും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. ഈ കേരളം ഇന്ന് പ്രയോഗിക്കുന്ന സെക്യുലറിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ പോലും ഒരു അധാർമികതയുണ്ട്. ഉം. അത് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ലെന്നേ. ഉം. കേരളം ഒരു കാലത്തും എല്ലാവരെയും അങ്ങനെ ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളീ പറയുന്ന വാക്കുകൾ ഈ പറഞ്ഞ പോലെ അനാവശ്യ ചർച്ചയിൽ പോകില്ല. പോയില്ല. കാരണം നമ്മൾ പറയുന്നത് കൃത്യമായ ഒരു സെക്യുലർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ നീതിയുടെ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ ഇതല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഉം. ഈ പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വേണ്ടിയല്ല. മറിച്ച് ഇവിടെ ഒരു നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്, ഇത് പരിഹരിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ കേരളത്തിലുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതിനേക്കാൾ നാടകങ്ങൾ വിദേശത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം കുറെ സാഹചര്യങ്ങൾ കൊണ്ടാണോ അതോ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ നാടകങ്ങൾ ചെയ്ത്, അതോ അതൊരു വരുമാന മാർഗത്തിന്റെ ഭാഗമായി ഇവിടത്തേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവും എന്നുള്ള ചിന്ത കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളം ഒരു സെക്യുലർ അല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണോ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നാടകം? എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സമയങ്ങൾ വിദേശത്ത് സഞ്ചരിച്ച് നാടകം ചെയ്യുന്ന അപൂർവം ചില വ്യക്തികളുള്ള ഒരാളാണ് ഞാൻ. പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ചുറ്റുപാടിനുള്ളിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രിവിലേജ് ആവശ്യമുണ്ട്. ഈ പ്രിവിലേജ് ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാർ സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടപെടുക, സാംസ്കാരിക മേഖല ഇടപെടുക എന്ന് പറയുന്നത് കേരളം ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ശരിക്കും അതിൻ്റെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പ്രതിരോധത്തെ നേരിടേണ്ടി. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെയ്യുന്ന കാലത്ത് 2000-ലാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ചെയ്ത് കാണിക്കുന്നത്. അതിനകത്ത് എവിടെയാണ് ഹിംസ കിടക്കുന്നത്? കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന ഒരു വലിയ നാടക പ്രയോഗത്തിനകത്ത് എവിടെയാണ് അത് സാമൂഹികമായ ഹിംസ കിടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റാക്കി ചെയ്യുന്നത്. ആ ഒരൊറ്റ വർക്കിന് ശേഷം കേരളത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ലാത്തൊരു ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിരുന്നു. ഈ ഒരു കാലത്താണ് ഞാൻ കർണാടകയിലേക്ക് പോയി കന്നഡ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഡൽഹിയിലേക്ക് പോകുന്നു. അങ്ങനെ പുറത്ത് നാടകം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നിലനിന്നത്. ഞാൻ വർഷങ്ങളോളം കേരളത്തിൽ നാടകം ചെയ്യാൻ കഴിയാത്ത വിധം എൻ്റെ വഴികൾ അടയ്ക്കപ്പെട്ടിരുന്നു. അത് എനിക്കറിയാം. പക്ഷെ അതിനോട് സംസാരിച്ച് നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, കാരണം ഒരുപക്ഷെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ആ പ്രതിരോധങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ഏക്കാതിരുന്നത്. കാരണം ഞാൻ ഒന്നിൽ എഴുതുന്നു, അല്ലെങ്കിൽ നാടകം ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്നു, അല്ലെ ആർട്ട് ഡയറക്ടർ ആകുന്നു, അല്ലെ ലൈറ്റ് ഡിസൈനർ ആകുന്നു, അല്ലെങ്കിൽ പെയിന്റർ ആകുന്നു. ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കതിനെ മറികടക്കാൻ കഴിഞ്ഞത്. അത്രയേ ഉള്ളൂ. ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുറത്തേക്കൊക്കെയുള്ള യാത്ര. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലെ NSDയുടെ ഭാഗമായിട്ട് നോർത്ത് ഈസ്റ്റിലെ ക്ലാസ്സുകൾക്ക്
അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് എത്തപ്പെട്ടത് ഒരുപക്ഷെ ഇതിനകത്തൊന്നും തുടർന്ന് പോകുന്നതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അത്രയേറെ പ്രതിരോധങ്ങളെ പല രീതിയിൽ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്കറിയാം, ഞാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ഉണ്ട്. അതൊക്കെ വെറുതെ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യങ്ങളല്ല എന്ന് ഓർത്തിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നതാണ്. പല രീതിയിൽ ഈ പറയുന്ന തിരസ്കാരങ്ങളെ നമ്മൾ നേരിടുന്നുണ്ട്. ഈ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന പ്രിവിലേജ് ഇല്ലായ്മയാണ്. സൊസൈറ്റിയിൽ നമ്മുടെ പ്രിവിലേജ് വളരെ നിർണായകമാണ്. അന്ന് തിരിച്ചറിയുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയ്യങ്കാളിയുടെ ഒരു സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ പോകുന്നു എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സിനിമ പറയുമ്പോൾ ഭയങ്കര വലിയൊരു ലോകമാണ്, ഈ ഇതിനൊക്കെ വലിയൊരു ലോകമാണ്. അപ്പോൾ അയ്യങ്കാളിയുടെ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? അത് അതൊന്ന് അനൗൺസ് ചെയ്തിരുന്നാണ്. ആഷിഖ് അബു സംവിധാനം ചെയ്യാനായിട്ട് അത് ആദ്യത്തെ ഡ്രാഫ്റ്റ് പൂർണ്ണമായി ഇരിക്കുന്നതാണ്. അത് കുറേ കാലമായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഏത് സമയവും അത് ഫിലിമായി മാറാം. കുറേ കാലം മുമ്പ് തന്നെ ആഷിഖ് അത് അനൗൺസ് ചെയ്തിരുന്നതാണ്. അത് ഞങ്ങൾ ആഷിഖുമായിട്ട് ആ നിലയ്ക്ക് വളരെ നല്ല ഒരു സഹോദര ബന്ധമുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് അതിൻ്റെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് സമയത്തും അത് വർക്ക് ഷൂട്ടിലേക്ക് പോകാം. അതിപ്പോ ഇപ്പോ വീണ്ടും സജീവമായിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ വരുന്നത്. അത് വീണ്ടും നീണ്ടു പോകുന്നതാണ്. അതേ സമയം ആകാം. അതെന്തായാലും തീർന്നിരിക്കുന്നു, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ? കാരണം സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം അറിയാലോ, അത് എപ്പോ വേണമെങ്കിലും ആകാനും ആകാതിരിക്കാനും. ഈ പ്രിവിലേജ് ഇല്ലായ്മ എന്ന് പറഞ്ഞ സാധനം ഈ സിനിമയിലേക്ക് പോകുമ്പോൾ സിനിമയിലുള്ള വലിയ വെല്ലുവിളികളുണ്ട്. എന്താ സംശയം? തീർച്ചയായിട്ടും അത് വളരെ നിർണായകമാണത്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ആരുടെ കൂടെ എങ്ങനെ, അയാളുടെ സോഷ്യൽ പൊസിഷൻ എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, ഇത്തരം 100 കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. കാരണം ക്രിയേറ്റിവിറ്റി ഒന്നുകൊണ്ട് മാത്രമല്ല നമ്മൾ അളക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 27 വർഷം ആർട്ട് മാത്രം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിൽ വേറെ ആരുമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ള 28 വർഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, 24 വർഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആർട്ടിൽ മാത്രമുണ്ട്. മറ്റ് സ്കൂൾ പഠനങ്ങൾ അത് വിട്ടിട്ട് ആർട്ടിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രം, പഠിച്ച കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് മാത്രം. ഇത്രയും കോഴ്സ് പഠിച്ച വേറെ ആളും കാലത്തിനില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ അതിനെ കാണാൻ കഴിയുള്ളൂ. ഒരു നീണ്ട ഒരു ചർച്ചയാണ് സാമേട്ടനായിട്ട് നമ്മൾ നടത്തിയത്. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയധികം കഴിവുള്ള ഒരു വ്യക്തി, എല്ലാ മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തി, മലയാളിയായ വ്യക്തി, സ്വന്തം നാട്ടിൽ നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട് എന്ന് തുറന്നു പറയുമ്പോൾ അത് ചില ആളുകളോടുള്ള ഒരു ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരു തീയും കൂടിയാണ്. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ സെക്യുലർ ആണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ആളാണ്, നമുക്ക് പ്രിവിലേജ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ഉണ്ട് കേരളത്തിൽ എന്ന്, മറ്റുള്ളവർക്ക് അങ്ങനെ ഇല്ല എന്ന് അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, സാക്ഷ്യമൊഴികൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൊണ്ട് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജി ലൈവ് മീഡിയയുടെ ഈ അഭിമുഖം വളരെ ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നേരം ജി ലൈവ് മീഡിയയോട് സഹകരിച്ച പ്രിയപ്പെട്ട സാമേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അയ്യങ്കാളി പോലുള്ള നല്ല സിനിമകൾ സംഭവിക്കട്ടെ. നാടകക്കാരൻ, സിനിമാക്കാരൻ എന്നുള്ളതിലുപരി ഒരുപാട് നാടകത്തിൽ ഇനി കിട്ടാത്ത പുരസ്കാരങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സിനിമയിലും പുരസ്കാരങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷേ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്താണ് പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്? എല്ലാവരോടും അല്ല, ഇത് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് കേവലമായ ഒരു സന്തോഷം മാത്രമല്ല, അതൊരു ഏറ്റെടുക്കൽ കൂടിയാണ്. നമുക്ക് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും നാം മുന്നോട്ട് പോവുക. ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക, അത് മാത്രമാണ്. അത് കഴിയുന്നിടത്തോളം നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം നമ്മോടൊപ്പം ഉണ്ടാവും. അത് മാത്രമാണ് എനിക്ക് എല്ലാവരോടുമായി പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വാക്കുകൾ ഒരു അഗ്നിയായി പടരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.